ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും നമുക്കൊരു റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാനും രണ്ട് രീതിയിലും നമുക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കളർ വൈസ് ആണ് അതിന് ഒരു ഫെസ്റ്റീവ് മൂഡ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആസ് വെൽ ഓൺ ഇറ്റ്. നല്ലൊരു നെക്ക് ലൈൻ ഡീറ്റെയിലിംഗ്, കുഞ്ഞ് നൈഫ് പ്ലീറ്റഡ് ലുക്കിൽ വന്നിരിക്കുന്ന ഫിനിഷിംഗ് ആണ് നെക്കിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദെൻ ദർ ഇസ് എ ഡോറി ഡീറ്റെയിലിംഗ്, അതിനകത്തൊരു ടാസൽ ഡീറ്റെയിലിംഗ്, കുറച്ചൊരു ബീഡ്സ് ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി നൈസ്. ഇറ്റ്സ് റെഗുലർ ടൈസിനെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസം, പക്ഷേ ഇറ്റ്സ് വെരി എലഗൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ റയോൺ ടോപ്പ്. അതിനകത്ത് നമുക്ക് ഗോൾഡൻ ഖടി പ്രിൻറ്റിങ്ങും കൂടെ സ്ക്രീൻ പ്രിൻറ്റിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വരുന്നത്. ബോട്ടം വന്നിരിക്കുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെ. ആൻഡ് ഇതിനകത്ത് ബാക്ക് ലാസ്റ്റിക്കും ഫ്രണ്ടിലെ ടൈ അപ്പ് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ. സ്ലൈറ്റ്ലി ടേപ്പേർഡ് ആണ്, പക്ഷേ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത് നമുക്കൊരു മസ്ലിൻ ഫിനിഷിങ് തോന്നുന്നുണ്ട്. അത് ആക്ച്വലി ബ്ലെൻഡഡ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് ആ ഒരു മസ്ലിൻ്റെ ഫിനിഷിങ് എന്തായാലും നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ക്യാരി ചെയ്യാനൊക്കെ. ഈ ഒരു ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും പ്രിൻറ്റ് കോമ്പിനേഷൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടത് നേവി, ഡാർക്ക് ഒരു മിഡ് നൈറ്റ് ക്ലോസ് ടു മിഡ് നൈറ്റ് ബ്ലൂ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് അതിനകത്ത് റാണി പിങ്കിൽ വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. വെരി കംഫർട്ടബിൾ. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് M സൈസാണ്. ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. ഏത് കളറാണ് നല്ലത്? എനിക്ക് ഞാനിട്ടേക്കുന്നത് ഇഷ്ടപ്പെട്ടു. ഒരു ഫംഗ്ഷൻ പോലത്തെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഹൽദി പോലത്തെ ഒരു ഫംഗ്ഷൻ. ശരി, ഹൽദിക്ക് ആക്ച്വലി പിങ്ക് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്കിന്റെ റെഡിന്റെ മസ്റ്റർഡ് എല്ലാം വരുന്നുണ്ട്. അല്ല, നമുക്ക് കാഷ്വൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് മസ്ലിൻ ഫിനിഷും കൂടെ ആയതുകൊണ്ട് ഫാബ്രിക്കും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പം 1,999 റേഞ്ചിൽ നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന ഒരു കളക്ഷനാണ്. വിത്ത് ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പും ദുപ്പട്ടയും ബോട്ടവും ഈ മസ്ലിൻ ഫിനിഷിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ ഒരു ഗോൾഡൻ ഖട്ടി പ്രിന്റിംഗ് ഉണ്ട്. അതെ, ആ കുഞ്ഞു കുഞ്ഞു സ്കാറ്റേർഡിൻ്റെ ഒരു ഹൈലൈറ്റ്, കാന്തയുടെ ഒരു ഹൈലൈറ്റ് നമുക്ക് ഇതിനകത്ത് ആ ഒരു പാനലിൽ. പിന്നെ ഒരു കോയിൻ ടാസൽ ഡീറ്റെയിലിങ്ങും കൂടെ വന്നിട്ടുണ്ട്. ബീഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ടാസൽ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് FWൻ്റെ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ, പാൻസോള അതെ വിതൗട്ട് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. മസ്ലിനിൽ പൊതുവേ നമുക്കങ്ങനെ ലൈനിങ് വരാറില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ലൊരു ഡാർക്ക് ടോണാണ് രണ്ടും. ആൻഡ് ആ നെക്ക് ലൈനും നല്ലതാണ്. ഇങ്ങനെ റൗണ്ടായിട്ട് വന്നിട്ടൊരു V പാറ്റേൺ, അതിനകത്തൊരു ഹൈലൈറ്റ് എംബ്രോയിഡറി, അതും ബീഡ്സ് യൂസ് ചെയ്ത് അതെ ആ ഒരു കോളേർഡ് ലുക്കിനകത്ത് ചെയ്തേക്കുന്നതാണ്. ആൻഡ് ഇത് FW 252 251 എന്നുള്ള രണ്ട് കോഡ്സിൻ്റെ അകത്ത്. ബോട്ടത്തിൻ്റെ ഫിനിഷിങ്ങും ടേപ്പേർഡാണ്, സ്ലൈറ്റ്ലി സ്ട്രെയിറ്റ് ഫിറ്റ് ആണ്, കുറച്ചൊന്ന് ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. അത് ബാന്തിനി ഇൻസ്പിറേഷനും കൂടെ എടുത്തിട്ടാണ് ആ പ്രിന്റഡ് ഡീറ്റെയിലിംഗ് വിത്ത് ഫ്ലോറൽ ലുക്കാണ്. അപ്പം ഇത് കാഷ്വലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഓക്കെയാണ്. നമ്മൾ 1-2 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് കാഷ്വലായിട്ടൊക്കെ ഇപ്പോൾ വെയർ ചെയ്യാനൊക്കെ ഉള്ള കംഫർട്ട് ലെവലൊക്കെ ഓക്കെയാണ്. പിന്നെ ആ ഒരു കളേഴ്സ് നല്ല വൈബ്രൻ്റ് ആയത് എന്തെങ്കിലും ഒരു ഒക്കേഷനാണെങ്കിലും കുറച്ചൊന്ന് ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഫോർ ദ ലുക്ക്. ആ ഒരു ഡിജിറ്റൽ ലുക്സൊക്കെ ഫ്ലഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് കുറച്ചൊരു ക്വയറ്റ് ലക്ഷറി ആയിട്ട് പോലും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന കളേഴ്സ് ആർ ഓൾ വെരി എർത്തി അണ്ടർ ടോൺസ് ആയിട്ടുള്ള ലുക്സാണ്. അപ്പം ഇത് നമ്മൾ കാണാൻ പോകുന്നതും അതുപോലെ തന്നെ ഒരു ബ്രൗൺ ആൻഡ് എർതി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻസാണ്. ഓൾ ഓവർ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒരു ഫീല് വന്നിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഇത് ആക്ച്വൽ ഡിസ്ചാർജ് പ്രിൻറ്റഡ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് കെസിയ വീവിങ്ങിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കൂടെ ഓൾ ഓവർ വെർട്ടിക്കൽ പാറ്റേണിൽ പോയിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പല്ലു ആൻഡ് ബ്ലൗസ് ആണ് എൻ്റെ കൂടെ പേരെത്തിരിക്കുന്നത്. ഭഗൽപൂരി ലിനനിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. ഫുൾ ഈ ഒരു കെസിയ വീവിങ്ങിൻ്റെ കുഞ്ഞു മോട്ടീവ്സ് പോലത്തെ ഉള്ള ഒരു റൗണ്ട് പാറ്റേൺസ്. ആൻഡ് ദെൻ വി ഹാവ് സീക്വൻസ് വീവിങ് അറ്റ് ദി 2 ends. ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ലുക്കൊന്ന് എഴുന്നേറ്റൊന്ന് കാണാം. വളരെ എന്താ പറയുക, കംഫർട്ടബിളായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഇറ്റ്സ് കൺവീനിയൻറ്റ് ടു പ്ലീറ്റ്. ആ ഒരു പ്ലീറ്റിൻ്റെ ഫോളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരില്ല. ഡെയിലി വെയർ ആയിട്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചാണ്. 1399 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊരു കാഷ്വൽ വർക്ക് വെയർ അങ്ങനെയുള്ള കാറ്റഗറീസിലൊക്കെ
ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. ആൻഡ് US 259 എന്ന കോഡിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്തൊരു സർഫസ് ഫിനിഷിങ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അതിൻ്റെ ആ ഒരു ഫിനിഷസ് നമുക്ക് ലാസ്റ്റ് ചെയ്യും. ദാറ്റ് വിൽ ബി ഗിവിങ് ദ ഫാബ്രിക് എ ബെറ്റർ ലുക്ക്. ആസ് നമ്മുടെ വാഷ് സൈക്കിൾസ് കൂടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫാബ്രിക്സ് പതിയെ പതിയെ അത് പഴയതായി എന്നുള്ളൊരു ഫീൽ നമുക്ക് വാഷ് സൈക്കിൾസ് കൂടുമ്പോഴാണ് തോന്നുന്നത്. അപ്പം ഇത് നമുക്ക് മിനിമം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ ഹാൻഡ് ഡൈഡ് പ്രോസസ്സിലാണ് ഇതൊക്കെ വരുന്നത്. ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഈവൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസിൻ്റെ അകത്ത് ചില മെറ്റീരിയൽസും ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് ലൈക്ക് ദാറ്റ്. നമ്മൾ കഴുകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു ബാഡ് ഫാബ്രിക് എന്നല്ല അതിൻ്റെ അർത്ഥം. എപ്പോഴും നമുക്കത് എന്താ പറയുക, സർട്ടൻ തിങ്സ് നീഡ് എ സർട്ടൻ കൈൻഡ് ഓഫ് കെയർ, അത്രയേ ഉള്ളൂ. അപ്പം US 259.